ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തന്ന ദൈവസ്വര സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ ഓരോ വരികളും നമുക്കുള്ള സന്ദേശമായി കർത്താവ് തരികയാണ്. തിരുസഭ നമ്മുടെ അമ്മയാണെന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവ് സ്ഥാപിച്ചതാണ് തിരുസഭ. അതുകൊണ്ട് തന്നെ ഈ തിരുസഭയെ നമ്മൾ സ്വീകരിക്കണം, സ്നേഹിക്കണം, അംഗീകരിക്കണം, ആദരിക്കണം. ആ സഭയിലെ അംഗങ്ങളായി നമ്മൾ ജീവിക്കണം എന്ന് ദൈവം ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തുവാണ് തിരുസഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇന്ന് കുറേ മക്കളാണ് തിരുസഭയെ അപമാനിക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക, തിരുസഭ വിട്ട് വേറെ പല സെക്റ്റുകളിലേക്ക് പോവുക. പലപ്പോഴും വീട് സന്ദർശനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവിടുത്തെ സ്പിരിച്വൽ ഷെയറിങ് മറ്റ് ശുശ്രൂഷകളിലൊക്കെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ പല അന്യ സെക്റ്റുകളിലേക്ക് പോകുന്നത്. അത് ഏത് സെക്റ്റാണെന്ന് പോലും കർത്താവ് കാണിച്ച് അങ്ങനെ എനിക്ക് ചോദിക്കേണ്ടി വന്ന പല അനുഭവങ്ങളും എൻ്റെ പട്ടം കിട്ടിയ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കൃപകൾ കിട്ടിയ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു പുസ്തകം, കത്തോലിക്ക സഭയുടെ പ്രാധാന്യം, ഇങ്ങനൊരു പുസ്തകം, ഏതാനും പേജുള്ളൊരു പുസ്തകം എഴുതിയുണ്ടാക്കാനായിട്ട് ഇടവന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ എൽറുഹ ധ്യാനങ്ങൾ ആരംഭിച്ചപ്പോൾ ആദ്യ നാളുകളിൽ ഈ ബോധ്യം കർത്താവ് എനിക്ക് തന്നു. ഒത്തിരി മക്കളാണ് ഈ ഇങ്ങനെ തിരുസഭയെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അതിനൊന്നും ആവശ്യമില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ ഒരു ഭാഗം മാത്രം നമ്മളൊന്ന് വായിക്കുകയാണ്. കത്തോലിക്ക സഭ ഒരേ സമയം പാപിയും വിശുദ്ധയുമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ പാപികളുടെ ഒരു സഭയാണ്. അപ്പോൾ സഭ ഒരേ സമയം പാപിയാണ്, ഒരേ സമയം വിശുദ്ധയാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ വായിക്കാം. തിരുസഭ തെറ്റുകളോടും കുറ്റങ്ങളോടും കൂടിയ ഒരു സ്ഥാപനമാണ്. തിരുസഭയിൽ നീതിമാന്മാരും അനീതി നിറഞ്ഞവരും ഉണ്ട്. അതിന് ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതലുള്ള തിരുവചനമാണ്. നമുക്കൊന്ന് വായിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി
ഞങ്ങൾ പോയി കളകൾ കളകൾ പറിച്ചു കൂട്ടട്ടെ. പറിച്ചു കൂട്ടട്ടെ. അവൻ പറഞ്ഞു, അവൻ പറഞ്ഞു, വേണ്ട. വേണ്ട. കളകൾ പറിച്ചു എടുക്കുമ്പോൾ കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം അവയോടൊപ്പം ചെടികളും ഗോതമ്പ് ചെടികളും നിങ്ങൾ നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. ഒരുമിച്ച് വളരട്ടെ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സഭയില് പാപികളുണ്ട്, വിശുദ്ധരുമുണ്ട്. അതുപോലെ തന്നെ അതിന് മറ്റൊരു ഉദാഹരണമാണ് പറയുക. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതലുള്ള തിരുവചനം. അവിടെ കർത്താവ് സ്വർഗരാജ്യത്തെ നല്ലതും ചീത്തയുമായ എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കുന്ന ഒരു വലയോട് ഉപമിക്കുകയാണ്. ആ വചനഭാഗം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. സ്വർഗരാജ്യം എല്ലാതരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. കണ്ടോ? വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ സഭയില് വിശുദ്ധരുമുണ്ട്, സഭയില് പാപികളുമുണ്ട്. ഈ വലയില് നല്ല മത്സ്യങ്ങളുണ്ട്, ചീത്ത മത്സ്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ സഭയിൽ വിശുദ്ധരും പാപികളും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യേശു തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച 12 ശിഷ്യന്മാരെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. ആ 12 പേരിൽ പാപികളുണ്ടായിരുന്നു. പത്രോസ് ആണെങ്കിൽ തള്ളി പറഞ്ഞ വ്യക്തിയാണ്, അല്ലെങ്കിൽ യൂദാസ് ആണെങ്കിൽ ഒറ്റുകൊടുത്ത വ്യക്തിയാണ്. യാക്കോബ്, യോഹന്നാൻ ഇവരൊക്കെ സ്ഥാനമാനങ്ങൾ അന്വേഷിച്ച വ്യക്തികളാണ്. ഇവരൊക്കെ പാപികളായിരുന്നു. സഭയിൽ പാപികളുണ്ടെന്ന് കരുതിയിട്ട് സഭയുടെ ആ ഒരു മഹത്വം നഷ്ടപ്പെടുന്നില്ല. ദൈവം സഭയെ കൈവിടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് സഭയെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് സഭ വിശുദ്ധൻ എന്ന് പറയുന്നത്? അതിൻ്റെ കാര്യം ഇങ്ങനെയാണ്. പാപികളെ തേടി വന്ന യേശുവിൻ്റെ സാന്നിധ്യം സഭയിൽ ഉള്ളതുകൊണ്ടാണ് സഭ വിശുദ്ധയാകുന്നത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരേ സമയം പാപിയാണ് സഭ, ഒരേ സമയം വിശുദ്ധയാണ്. പാപികളാണെന്ന് പറയാനുള്ള കാരണമാണ് നമ്മൾ കേട്ടത്. എന്നാൽ വിശുദ്ധയാണെന്ന് പറയാനുള്ള കാരണം ഈശോയുടെ സാന്നിധ്യം. പാപികളാണെങ്കിലും ദൈവം നമ്മെ കൈവിടുന്നില്ല. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞനായ ഫാദർ കാൾ റാണർ സഭയെക്കുറിച്ചുള്ള ഒരു ക്രൂരമായ വിമർശനം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സഭ ചുളിവുകളും ചാലുകളുമുള്ള ഒരു വൃദ്ധയാണ്, എന്നാലും അവൾ എൻ്റെ അമ്മയാണ്. കണ്ടോ? എൻ്റെ അമ്മയെ ഒരുത്തനും തല്ലുകയില്ല. ഒരു നല്ല അമ്മയെപ്പോലെയാണ് ഗർഭപാത്രം മുതൽ ശവക്കല്ലറ വരെ സഭ തൻ്റെ മക്കളെ അനുഗമിക്കുന്നത്. വീണ്ടും ഒരിക്കൽ വിശുദ്ധ അമ്മത്രേസ്യയോട് ഒരു വൈദികൻ അവളുടെ തറവാടിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഈ അമ്മത്രേസ്യ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ വിശുദ്ധ പറയുകയാണ്, തിരുസഭയാണ് എൻ്റെ തറവാട്. തിരുസഭയുടെ പുത്രി എന്ന മഹിമ എനിക്ക് ധാരാളം മതി. അല്ലേ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അതുകൊണ്ട് തന്നെ ഈ ഗാനത്തിൻ്റെ മറ്റു വരികൾ കൂടി നമുക്ക് ഈ സമയം കേൾക്കാം. അത് കേട്ട് ധ്യാനിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഇത് ഓരോ വരികളും നമുക്കുള്ള സന്ദേശമാണ്. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. കറയില്ലാത്തൊരു കുഞ്ഞാടിൻ രക്തത്തിൻ വിലയാണ് സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം. കറയില്ലാത്തൊരു കുഞ്ഞാടിൻ രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ
കരയില്ലാതെ വിളങ്ങിടാൻ ആദ്യം മുതൽക്കെന്നതുപോലെന്നും സഭയെ നയിക്കണേ ആത്മാവേ. അമ്മേ 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 സഭയാണമ്മേ. ചേർന്ന് പാടാം. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. വലതു പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരൻ മനസ്സിലാക്കുക, തിരുസഭയെ തിരസ്കരിക്കുന്നവന് ഒരിക്കലും കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്, സഭയെ മാതാവായി സ്വീകരിക്കാത്ത ഒരുവനും ദൈവം പിതാവായി ഉണ്ടായിരിക്കില്ല. കണ്ടോ, വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. നമ്മുടെ തിരുസഭയെ മാതാവായിട്ട്, സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? അവർക്കൊരിക്കലും ദൈവത്തെ പിതാവായിട്ട് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ലെന്ന് പറയുക. അവർക്ക് പിതാവായിട്ട് ദൈവം ഉണ്ടായിരിക്കില്ലെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ എഴുതി വച്ചിരിക്കുക. അതുകൊണ്ടൊരു പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏറ്റുപറയുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചനമാണ്. ഇവിടെ സഭാ കൂട്ടായ്മ ശിഷ്യന്മാർ 11 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ മരണത്തിന് ശേഷം. എന്നാൽ ആ സമയത്ത് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യേശുവിനെ കാണാനായിട്ട് അവന് സാധിച്ചില്ല. പിന്നീട് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഉണ്ടായി. അതുകൊണ്ട് യേശുവിനെ കാണാൻ സാധിച്ചു. സഭയിലാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും ഏറ്റവും അധികമായി സംഭവിക്കുക. സഭയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കില്ലെന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവം ബോധ്യം തരികയാണ്. ഏതാനും വചനഭാഗങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇരുകരങ്ങളെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിയാരിയ തിരുസഭയെ സ്നേഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. തിരുസഭയെ അംഗീകരിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. തിരുസഭയെ മാതാവായി സ്വീകരിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് തിരുസഭയെ വിമർശിച്ച നിമിഷങ്ങളോർത്ത് മാപ്പ് ചോദിക്കുക. ഹാലുലി അലുലി അലുലി സഭയെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങളോർത്ത് മാപ്പ് ചോദിക്കുക. ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 സഭയെ സ്നേഹിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. പാപികളായ ഓരോ മക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു. തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന യേശുവിനെ ആരാധിക്കുന്നു. കരങ്ങൾ വീശിയടിച്ച് ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ
പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരങ്ങൾ ഉയർത്തിച്ച് പാടിയ എല്ലാ മക്കളും. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുന്ന തിരത്തത്ത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, കൂടോത്രം, ദുഷ്ടദോഷം, ഐശാചി, അക്കം, പിടല, ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ യക്ഷനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കന്യാവിന്റെ സത്യയുടെ മധ്യസ്ഥാലും നികാർ അഭ ഗബ്രിയ മലമട് ശതമായ സാന്ത സംരക്ഷത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലെ വ്യക്തി ജീവിതത്തിലെ സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണങ്ങളും മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപ്തിയുമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:8 മർക്കോസ് 16:5 1 പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രൻ വന്നി വചന സത്യ സകലവിധ പ്രകൃതിഷം ഇടിമിനിട്ട് നാശനങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാർഷിക വരാൻ തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജടിക ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയംഭോഗ സ്വർഗഭോഗ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്ര തടസ്സം പണതടസ്സം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണ് മുഖം ചെവി നാക്ക് തൊക്ക് ആന്തരികത്തിനും ബാഹ്യത്തിനും ചെറുതുത്വം രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം നെഞ്ച തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സുതിച്ച് പ്രാർത്ഥിക്കും മധുരം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധിയുള്ള ആക്രമണങ്ങൾ അതിന്റെ പിന്നിൽ പൈശാചി അരുവി അന്ധകാശത്ത് സാത്താശത്ത് ദുഷ്ടചതികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമത്തിനെ ശാസിക്കുന്നു യേശുനാഥം ബന്ധിക്കുന്നു യേശുനാഥ് ബഹിഷ്കരിക്കുന്നു ഈശ്വര കുരിശിനെ ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശമെന്ന് സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു ആലുലി അലുലി 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 അലുലിയ കരങ്ങളടിച്ച് ആരാധിച്ച് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ കരങ്ങളെ തിരിച്ചു പാടിയേ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോ. ഭാഷയുള്ള ഭാഷ അത് ശ്രദ്ധിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു, പരസ്പരം പ്രാർത്ഥിക്കുന്നു. തിരുസഭയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആത്മായ പ്രേക്ഷകർ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ധ്യാന മന്ത്രങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആലുലി അലുലി 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 അലുലിയ ആലുലി അലുലി 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 അലുലിയ ആലുലി അലുലി 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 അലുലിയ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വസ്ഥാന്തിരുന്നുകൊണ്ട് സ്തുതിക്കുന്നു. ശക്തി വന്ന് നിറയുന്നവരെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷിയാരിയ കുറേ പേരുടെ ദുഃഖം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. നിരാശ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. അപകർഷതാബോധം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തൊട്ടാവാടി സ്വഭാവം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ആന്തരിക സൗഖ്യം കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഷാജുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സോന എന്ന മകളുടെ പീരീഡ് സംബന്ധമായ വേദന കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആയ ഒരു വ്യക്തിക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ആമവാദമുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. എല്ലാവരും ശക്തമായി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് വാ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക.
വർഷങ്ങളോളമായി മുടങ്ങാതെ ഗ്യാസ് ട്രബിളിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മകൻ്റെ വിവാഹം നടക്കാൻ നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്ത വ്യക്തിയെ കാണിക്കുന്നു. നേർച്ചകളുള്ള വ്യക്തികളെ ഇന്നത്തെ ശുശ്രൂഷ കാണിക്കുന്നുണ്ട്. നേർച്ച നിറവേറ്റാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ഒരു ആക്സിഡന്റിനെ തുടർന്ന് വാരിയലിന് പൊട്ടലുള്ള ഒരു വ്യക്തിയെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സുമടുത്ത വ്യക്തികളോട് ശക്തമായി സ്തുതിച്ച് ആരാധിക്കാൻ പറയുകയാണ്. സ്തുതിക്കാത്ത മക്കളെ കാണിക്കുന്നു. പല പ്രാവശ്യം ഇവിടുന്ന് അച്ഛൻ പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാത്തവർ, വാ തുറക്കാത്തവർ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ആരാധിക്കാൻ പറയുന്നു. ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ സ്തുതിക്കുക. മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിണർ കുത്താനുള്ള ഒരു കുടുംബത്തിന്റെ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പെരിന്തൽമണ്ണ എന്ന സ്ഥലപ്പേര് തരുന്നു. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിടപ്പ് രോഗിയെ കർത്താവ് സ്പർശിക്കുന്നു. തുടരെ വായ്പുണ്ണ് വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അയർലൻഡിലേക്ക് പോകാനുള്ള തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മുടികൊഴിച്ചിലെ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഛർദിയുള്ളൊരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ഒരുങ്ങുന്നൊരു മകളെ കർത്താവ് സ്പർശിക്കുന്നു. നീതു എന്ന മകളുടെ വിദേശയാത്ര തടസ്സം എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വർഷങ്ങളോളമായി വെള്ളപ്പൊക്കിന്റെ ബുദ്ധിമുട്ടുള്ള മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. വയറ്റിലും മുഴയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പൊള്ളാച്ചി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഒരു ഭവനത്തിൽ നിന്ന് ഒച്ചശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. തയ്യൽക്കട നടത്തുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇടതുകടിന് പരിക്ക് പറ്റിയ ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അനസ്തേഷ്യ ചെയ്യാൻ പേടി കാരണം ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. തലയിൽ അതിശക്തമായ താരന്റെ ശല്യം ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഷേർലി എന്ന മകളുടെ ശരീരത്തിൽ അരിമ്പാറ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പല്ലിന് കേടുവന്ന് വേദനയിലായിരിക്കുന്ന വിദേശത്തുള്ള ഒരു മകനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 18 വയസ്സുള്ള ഒരു മകളുടെ ഉദരസംബന്ധമായ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റെജിയോട് തുറന്ന കുംഭസാരം നടത്താൻ ഈശോ സന്ദേശം തരുന്നു. പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിജിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. പാല് കുടിക്കുമ്പോൾ അലർജി വരുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വായ്പുണ്ണുള്ള ഒരു സഹോദരനോട് തുറന്ന കുംഭസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. ശരീരം മുഴുവൻ മുരിവുള്ള ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിട്ടുമാറാത്ത വയറുവേദന, ധാരാളം പെയിൻ കില്ലർ മരുന്ന് കഴിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. റിനുവിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായി കുഴിനകളുള്ള ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഓപ്പൺ സർജറിക്കായി ഒരുങ്ങുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വയറ്റിൽ അസിഡിറ്റിയുള്ള അനേകം മക്കൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട്. നന്ദി പറഞ്ഞ് സ്തുതിച്ചേൻ. ഹാലലി അവിടെ പറഞ്ഞത് പറയാത്തതുമായ എല്ലാ അനുഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. ഹാലലി ആലോലി 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 ആലോലിയ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലലി ആലോലി ആലോലിയ പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലിത്യ തോമസ്. ഞാൻ തമിഴ്നാട്ടിലെ ഗൂഡലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേവർഷോലയിൽ നിന്ന് വരികയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഈ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് വന്നിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലങ്സ് പോലെയായിരുന്നു എനിക്ക്. അപ്പോൾ AC ഒട്ടും ഇരിക്കാൻ പറ്റിയ, ഞാൻ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അടുത്ത ദിവസം തന്നെ റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു 4-5 പൾമനോളജിസ്റ്റിനെ കാണിച്ച് ഒരു 3-4 ഒപ്പീനിയൻ എടുത്തു. എന്നാലും 6 മാസം ആൻറ്റിബയോട്ടിക് തന്നായിരുന്നു. 6 മാസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും എനിക്ക് AC ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ കുഴഞ്ഞു വീഴുക മാത്രമല്ല 2 മണിക്കൂർ എനിക്ക് ഒട്ടും ഓർമ്മയും ഉണ്ടാവില്ല. പിന്നെ ഡ്രിപ്സൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ ഇട്ട് സ്റ്റിറോയിഡ്സൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ഇച്ചിരി റിവൈവ് ആവത്തുള്ളൂ. അത് അങ്ങനെയായിരിക്കുമ്പോൾ ഒരു 5 മാസത്തിന് മുമ്പ് അത്ഭുത ജപമാല എൻ്റെ അമ്മ വഴിയായി അറിയേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ഭുത ജപമാല ഇങ്ങനെ അമ്മ എനിക്കത് ആദ്യത്തെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് മാത്രമേ ഇരുന്നുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ രോഗാവസ്ഥയോ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ഞാൻ കണ്ട് 9ാമത്തെ ദിവസം 211ാമത്തെ എപ്പിസോഡിൽ അച്ഛൻ വിളിച്ചു പറയുണ്ടായിരുന്നു ലിദിയ എന്ന മകളെ തമ്പുരാൻ അനുഗ്രഹിക്കുന്നു എന്ന്. അപ്പം ഞാൻ വിശ്വസിച്ചു എന്നെ തന്നെയാണ് പറയുന്നതെന്ന്. പിന്നെ 199ാമത്തെ എപ്പിസോഡിൽ 13ാമത്തെ ദിവസം പറഞ്ഞു റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ അടുത്ത് ദിവസം പൂ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകളെ മാതാവ് പ്രത്യേകമായി കാത്തുകൊള്ളണമെന്ന്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ദിവസം റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ രൂപത്തിൽ പൂ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓക്സിജൻ്റെ അളവ് വന്ന് എനിക്ക് 15 സെക്കൻഡ് നോർമലായിട്ടുള്ളവരെക്കാളും ബാക്ക്വേർഡായിരുന്നു. അപ്പോൾ അച്ഛൻ 163ാമത്തെ എപ്പിസോഡിൽ അച്ഛൻ പ്രത്യേകമായിട്ട് വിളിച്ചു പറഞ്ഞു ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉള്ളതും ഓക്സിജൻ സപ്ലൈ പുറകോട്ടുള്ള വ്യക്തിനെ തമ്പുരാൻ സ്പർശിക്കുന്നു എന്ന്. അപ്പം ഞാൻ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു.
ഞാൻ ഈശോയെ, ഞാൻ ഇതല്ലല്ലോ പ്രാർത്ഥിച്ചത്, ഞാൻ പരിശുദ്ധാത്മാവ് നിറയണമെന്നല്ലേ പ്രാർത്ഥിച്ചത്. പക്ഷേ ഈശോ എൻ്റെ രോഗാവസ്ഥ കണ്ട് അപ്പം തന്നെ എനിക്കത് വലിയൊരു വിടുതൽ കിട്ടുന്നതായിട്ടും ഞാൻ പിന്നീട് ഇൻഹേലർ യൂസ് ചെയ്തിട്ടേ ഇല്ല. അന്നത്തെ ദിവസം തന്നെ ഞാനിവിടെ എൽ റുഹയിൽ വിളിച്ചിട്ട് ഇത് ധ്യാനത്തിന് ബുക്ക് ചെയ്തായിരുന്നു. കഴിഞ്ഞ മാസം എൻ്റെ അമ്മ ഇവിടെ ധ്യാനം വന്ന് കൂടിയപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തുണിക്കടകളിലോ പിന്നെ AC ഉള്ള കാറിലോ പോലും പോകാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ പുറകിൽ കഴുത്ത് വേദന വരും, അപ്പം ഇൻഹേലർ യൂസ് ചെയ്യണം. ഇത് പേടിച്ചിട്ട് തന്നെ ഞാൻ പോകാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞേ സെൻട്രലൈസ്ഡ് AC ആണെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു, ഞാൻ ഇൻഹേലർ കൊണ്ടുവരത്തുമില്ല, മരുന്നും കൊണ്ടുവരില്ല. എന്നുവെച്ചാൽ എന്നെ വിളിച്ചവൻ ശക്തനാണ്. ഫിലിപ്പി 4:13 പറയുന്ന പോലെ എന്നെ വിളിച്ചവൻ ശക്തനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ ഇൻഹേലറോ മരുന്നോ ഒന്നും എടുത്തുകൊണ്ട് വന്നില്ല. ഇവിടെ കയറി വന്ന് അന്ന് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ AC ആണെന്നോ ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു. കഴിഞ്ഞ 5 ദിവസം ഞാനിത് പൂർണ്ണമായിട്ട് മറന്നിരുന്ന് ഞാനിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. എന്നോട് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തണുത്ത വസ്തുക്കളോ തണുത്ത ഒരു സാധനമോ പച്ചവെള്ളത്തിലോ കുളിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിന് നമ്മൾ ഒരുപാട് കെയർ എടുത്ത് നോക്കണം, ആ ഇൻഫെക്ഷനൊക്കെ മാറിയാലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടെന്ന്. ഞാനിവിടെ വന്ന് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ കുളിച്ചു, ഒരു കുഴപ്പമില്ല. ഹനാൻ വെള്ളം കുടിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു. അതേപോലെ അന്നത്തെ ദിവസം ബുധനാഴ്ചത്തെ ദിവസം ആരാധനയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് വിളിച്ചു പറഞ്ഞു, ഈശോ അത്ഭുത ജപമാല വഴിയായി വലിയൊരു രോഗശാന്തി നൽകിയിട്ട് ഒരു വ്യക്തി ഇവിടെ സാക്ഷ്യം പറയാതെ ഇരിപ്പുണ്ടെന്ന്. ഞാൻ എല്ലാ സാക്ഷിയും അത്ഭുത ജപമാലയിൽ റെക്കോർഡ് ചെയ്ത് അയച്ചായിരുന്നു. പക്ഷേ ഈ ഒരു സാക്ഷ്യം ഞാൻ ഇവിടെ വന്ന് നോക്കി AC-യിൽ ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത് മാത്രമല്ല, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ കാര്യം മറന്നു പോവുകയും ചെയ്തു. ഈ സന്ദേശം കേട്ടപ്പോൾ ഈശോയെ, എനിക്കാണല്ലോ, ഞാൻ ഈ AC-യിൽ ഇരുന്നിട്ട് എനിക്ക് 5 ദിവസം ഒരു ജലദോഷം പോലും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു അതിശയം. എനിക്ക് ഇത്രയും വലിയ രോഗശാന്തി നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനുകൊടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പറയാൻ കർത്താവ് എത്രയോ നല്ലവനാണ്. ഓരോ സാക്ഷ്യങ്ങളിലൂടെ ആ ഒരു ബോധ്യമാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. നമ്മൾ വചനമൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുക. വചനവായന, ജപമാല, സ്തുതിപ്പ്, കുമ്പസാരം, ആരാധന, കുർബാന, ഇതിലൂടെയൊക്കെ ഒത്തിരി അനുഗ്രഹം ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. തിരുസഭയിൽ അംഗമായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ സന്നിധി മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ എല്ലാ മക്കളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.